ഹലോ, ഇന്ന് നമുക്ക് ചെമ്മീൻ മന്തി ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി, 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി കഷ്ണം, 2 പച്ചമുളക്, 1 ക്യൂബ് വെളുത്തുള്ളി, 1 നാരങ്ങയുടെ പകുതി നീര്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടി, 1 മാഗി ക്യൂബ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തണ്ട് മല്ലിയില, 2 ടേബിൾ സ്പൂൺ വെള്ളം എന്നിവ ചേർത്ത് നന്നായി ചതച്ചെടുക്കാം. 1 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മസാല ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കടായി ഗ്യാസ് അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് നല്ല ചെറിയ ചെമ്മീനായതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വലിയ ചെമ്മീനാണെങ്കിൽ കുക്കറിലിട്ട് 2 വിസിലടുപ്പിച്ചെടുത്താൽ മതിയാവും. ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബിരിയാണി കോട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ എടുത്തു വെച്ച ഈ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ജ്യൂസ് അടിച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ അതിലേക്ക് 1 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കാം. 1 കിലോ വൈറ്റ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കിയതിനു ശേഷം ഫുൾ ഫ്ലെയിമിൽ വെച്ച് 8 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു കൊട്ടയിലേക്ക് ഒഴിച്ച് വെള്ളം വാർത്തെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ചോറ് ബിരിയാണി കോട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 6 പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 150 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേവിച്ച് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒരു ചട്ടകം ഉപയോഗിച്ചൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. അടപ്പിന് ഇതുപോലെ ഹോളുണ്ടെങ്കിൽ ഒരു പേപ്പർ ഉപയോഗിച്ചോ മൈദ ഉപയോഗിച്ചോ അടച്ചു കൊടുക്കാം. ഞാൻ മന്തിയിൽ പുകയൊന്നും ഇടാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. ഇതിലേക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ 1 തക്കാളി, 1 തണ്ട് മല്ലിയില, 2-3 വെളുത്തുള്ളി, 1 പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ അടിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.